അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് പല വാർത്തകളും നമ്മൾ കേൾക്കുകയാണ്. ഇസ്രയേൽ ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്തിൻ്റെ മുകളിൽ ബോംബ് വെച്ച് മയ്യത്തിൻ്റെ കൂടെ മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാനെത്തിയ മുഴുവൻ വിശ്വാസികളെയും ഒരുമിച്ച് കൊന്നൊടുക്കിയ വീഡിയോയും അതിൻ്റെ വാർത്തകളും നമ്മൾ കാണുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ഭയപ്പെടുകയും നേരിട്ട് അത് കാണുകയും ചെയ്യുമ്പോൾ വിശുദ്ധമായ ഖുർആൻ ഇത്തരം ചരിത്രങ്ങൾ മുൻകാലത്ത് പ്രവാചകന്മാരെയും മുൻ സമുദായങ്ങളെയും വളരെ നിഷ്ഠൂരമായി ആക്രമിച്ച ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അത് വെറും കെട്ടുകഥകളായി നാം കാണുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു വാർത്തകൾ നമ്മൾ നേരിട്ട് കാണുകയും കാണാനിരിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, UP-യിൽ മുസ്ലിം സഹോദരങ്ങൾക്ക് ചികിത്സ നിഷേധിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ പ്രസ്താവന വന്നത് വാർത്തകളിൽ നിറയുകയാണ്. പ്രിയമുള്ളവരെ, മുസ്ലിം സമുദായത്തിന് ഇനിയും അവർ അനുഭവിക്കേണ്ട പ്രശ്നങ്ങളെ നാം ഭയപ്പെടേണ്ടതുണ്ട്. ഈമാൻ വർദ്ധിക്കണം. നമുക്ക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം മനസ്സിലാവുക. അതല്ലേ ഇറ്റാലിയൻ ക്യാപ്റ്റൻ അവർ ഇസ്ലാം സ്വീകരിക്കുകയും പരിശുദ്ധമായ മതത്തെ പുൽകുകയും ചെയ്തത് നമ്മൾ അറിഞ്ഞതാണ്. ഇസ്ലാമിൻ്റെ സൗന്ദര്യം അറിയണമെങ്കിൽ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കണം.